الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون السلام عليك يا شهر رمضان شهر مبارك شهر عظيم شهر فيه ليلة خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാൻ ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമളാനിലെ അവസാന 10 27 രാവും കഴിഞ്ഞ് 27ാമത്തെ പകലിലാണ് നമ്മളുള്ളത്. അവസാനം നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അവസാനം നന്നാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ജീവിതത്തിൻ്റെ അവസാനം മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ റമളാന്റെ അവസാനവും. കാരണം 2-3 ദിവസങ്ങളെ ഉള്ളൂ എങ്കിലും ഇനി അടുത്ത റമളാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, നിശ്ചയം കർമ്മങ്ങൾ അല്ലാഹു തആല പരിഗണിക്കുന്നത് അതിൻ്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ കൂടി വിശ്വാസി എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് നോക്കിയാണ് കർമ്മങ്ങൾ അല്ലാഹു തആല പരിഗണിക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഉള്ള 2-3 ദിവസം സഹോദരങ്ങളെ അമൂല്യമാണ്. പാഴാക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. അതോടൊപ്പം ചെയ്ത സുഹൃതങ്ങൾ നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ചെയ്തിട്ട് കാര്യമില്ല. ഈ ചെയ്ത കാര്യങ്ങൾ റബ്ബ് തആല സ്വീകരിക്കാതെ പോയാൽ അതൊരു പാഴായ പ്രവർത്തനമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് റബ്ബ് സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. വിശ്വാസികൾ അങ്ങനെയാണ്, റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ സൂറ അൽ മുഅ്മിനൂനിലെ വചനം. വിശ്വാസികളെ അല്ലാഹു തആല വിശേഷിപ്പിക്കുകയാണ്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അവർ ദാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ ദാനം ചെയ്യുന്നത്? വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ കിടുകിട വിറച്ചുകൊണ്ടാണ് അവർ ദാനം ചെയ്യുന്നത്. പടച്ചതമ്പുരാൻ ഇത് സ്വീകരിക്കില്ലേ എന്ന ആശങ്കയോടുകൂടിയാണ് അവർ ദാനം ചെയ്യുന്നത്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ,
നിശ്ചയം അവർ അവരുടെ രക്ഷിതാവിനെങ്കിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്ന ബോധത്തോടു കൂടിയാണ് അവർ ദാനം ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഭയചകിതരായിട്ട് ദാനം ചെയ്യുന്നവരാണവർ എന്ന വിശുദ്ധ ഖുർആനിലെ വചനം എന്താണ് അപ്രകാരം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അതല്ല പ്രവാചകരെ, അഹുവല്ലദി യസ്നി വ യസ്രിഖു വ യശ്റബുൽ ഖംർ, അയാൾ മദ്യപിച്ചിട്ടുണ്ടോ, വ്യഭിചരിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ മോഷ്ടിക്കുന്നയാളാണോ? എന്തിനാണ് അയാൾ ഇങ്ങനെ കിടുകിടാ വിറക്കുന്നത്? ദാനം ചെയ്യുമ്പോൾ കിടുകിടാ വിറക്കുന്നത് എന്തിനാണ്? വല്ല തെറ്റും അയാളുടെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ അയാൾ ഭയവിഹ്വലനാവുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്, ലായ ബിൻത സുദ്ദീഖ്, സദ്ദീഖിന്റെ മോളെ, അതൊന്നുമല്ല പ്രശ്നം. ആയിഷ, അതൊന്നുമല്ല പ്രശ്നം. വലാകിന്നഹു റജുലു യസൂമു വയതസദ്ദഖു വയുസല്ലി വഹുവ യഖാഫു അല്ലാ യുതഖബ്ബല മിൻഹു. ആ മനുഷ്യൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, എല്ലാ സുഹൃതങ്ങളും ചെയ്യുന്നയാൾ തന്നെയാണ്. പക്ഷേ വഹുവ യഖാഫു അല്ലാ യുതഖബ്ബല മിൻഹു, അല്ലാഹു അയാളിൽ നിന്നത് സ്വീകരിക്കപ്പെടാതെ പോവുമോ എന്നതാണ് അയാളുടെ ആശങ്ക. ആ ഭയം കൊണ്ടാണ്, ആ പേടി കൊണ്ടാണ് കിടുകിടാ വിറക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നാം ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണം. ആ അഭിലാഷത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ, അതാണ് ഇനി ഉയരേണ്ടത്. അതായിരുന്നല്ലോ മഹാന്മാരായ സ്വഹാബിമാരുടെ ജീവിതം എന്ന് പറയുന്നത്. യദഊനല്ലാഹ സിത്തതൻ അയ്യുബല്ലിഗഹും റമളാൻ സുമ്മ യദഊന സിത്തതൻ അയ്യതഖബ്ബല മിൻഹും. 6 മാസക്കാലം അവരെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് റമളാനിൽ ജീവിക്കാൻ അവസരമുണ്ടാവണം എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. റമളാനിൽ ജീവിക്കാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ എന്നായിരുന്നു 6 മാസക്കാലത്തെ അവരുടെ പ്രാർത്ഥന. ഒരു കൊല്ലത്തിൽ 6 മാസക്കാലത്തെ പ്രാർത്ഥന അതായിരുന്നുവെങ്കിൽ റമളാൻ അടക്കമുള്ള 6 മാസക്കാലത്ത് അവരുടെ പ്രാർത്ഥന, പടച്ച തമ്പുരാനെ ഞങ്ങളിൽ ഇന്നത് സ്വീകരിക്കണമേ റബ്ബേ. ഈ നോമ്പും ഖുർആൻ പാരായണവും ഈ ദിക്റും സ്വലാത്തും തസ്ബീഹും തറാവീഹ് നമസ്കാരവും ഖിയാമുൽ ലൈലും ഇഅ്തിഖാഫും എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നായിരുന്നു 6 മാസക്കാലത്ത് അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖബൂലിയത്തിന് വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ് ഇനിയുള്ള രാപ്പകലുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, റമളാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല എന്ന ചിന്തയും നമുക്കുണ്ടാവണം. സുഇല ബഅദു സലഫ് അൻ ഉനാസി യതഅബ്ബദൂന ഫീ റമളാൻ ഫൈദൻ സലഖ റമളാനു തറകു. മുൻഗാമികളോട് ചോദിക്കപ്പെട്ടു ചില ആളുകളെ സംബന്ധിച്ച്. അവർ റമളാനിൽ മാത്രം അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകളാണ്, റമളാനിൽ മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ. റമളാൻ കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുകയാണ്. തറകു, അവർ ഉപേക്ഷിക്കുകയാണ്. ഫഖാൽ, എന്താ പറഞ്ഞത്? മുൻഗാമികൾ പറഞ്ഞു, ഇങ്ങനെ റമളാനിൽ മാത്രം ഇബാദത്ത് ചെയ്ത് റമളാൻ കഴിഞ്ഞാൽ അത് മുഴുവനും ഒഴിവാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ പറ്റി പറയാണ്, ബിഇസൽ ഖൗമു ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ. റമളാനിൽ അല്ലാതെ അള്ളാഹുവിനെ അറിയാത്ത ജനതയുണ്ടല്ലോ, അവരങ്ങേയറ്റം മോശമായ ആളുകളാണ്. സഹോദരങ്ങളെ, റമളാനിൽ മാത്രം അള്ളാഹുവിനെ അറിയുന്നവർ അവരങ്ങേയറ്റം മോശമായ ആളുകളാണെന്ന് മുൻഗാമികൾ പറയുമായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടേയില്ല. അത് റമളാനിൽ മാത്രമല്ല, ജീവിതമാസകലം, ജീവിതം മുഴുക്കയും ഒരു ഇബാദത്താക്കി മാറ്റിയെടുക്കാനാണ് അള്ളാഹു പറയുന്നത്. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നീ കഴിഞ്ഞുകൂടണം. മരണം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നീ കഴിഞ്ഞുകൂടണം. ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനീന അജലൻ ദൂനൽ മൗത്ത്. ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാൻ, നിശ്ചയം അല്ലാഹു തആല ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല, ഒരു അവധി വെച്ചിട്ടില്ല. സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു തആല ദൂനൽ മൗത്ത്, മരണമല്ലാതെ മരണം വരെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. മരണമല്ലാതെ സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു തആല ഒരു അവധിയും വെച്ചിട്ടില്ല എന്നാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്ന. സഹോദരങ്ങളെ, സ്ഥിരമായി ചെയ്യുന്ന ഇബാദത്തുകൾ,
അതാണ് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് എന്നാണ്. റമദാനിൽ മാത്രം ഒരാൾ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടുകയാണെങ്കിൽ, റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അയാളോട് അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് സുസ്ഥിരമായി സത്യവിശ്വാസി ചെയ്യുന്ന സുഹൃതങ്ങളാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അതെത്ര കുറഞ്ഞതാണെങ്കിലും സുസ്ഥിരമായി സത്യവിശ്വാസി ചെയ്യുന്ന സുഹൃതങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, റമദാനിൽ ചെയ്തതെല്ലാം അതല്ലെങ്കിൽ റമദാനിൽ ചെയ്തതുപോലെ മറ്റു മാസങ്ങളിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല. എന്നിരുന്നാലും റമദാനിൽ ചെയ്ത സുഹൃതങ്ങൾ അതിൽ നിന്നൊരു വിഹിതം റമദാൻ അല്ലാത്ത കാലങ്ങളിലും ഉണ്ടാവണം. രാത്രി നമസ്കാരമാണെങ്കിലും ഖുർആൻ പഠന പാരായണങ്ങളാണെങ്കിലും റമദാനിൽ നാം പുലർത്തിയ ജമാഅത്തിലുള്ള നിഷ്ഠയാണെങ്കിലും റമദാൻ അല്ലാത്ത കാലങ്ങളിലും പുലർത്തുവാൻ നമുക്ക് സാധ്യമാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുപോലെ റമദാന്റെ അവസാനം നന്നാക്കുക എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നമ്മൾ ചിന്തിക്കും 2 ദിവസമല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ ആ 2 ദിവസത്തിലും ഉണ്ടല്ലോ ഒറ്റയിട്ട ഒരു രാവ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന ഒരു രാവ് ആ 2 ദിവസത്തിലുമുണ്ട്. അതല്ലെങ്കിൽ 2 ചിലപ്പോൾ 3 ദിവസം, അത് മാത്രമേ റമദാനായിട്ട് നമ്മുടെ മുമ്പിലുള്ളൂ എങ്കിലും ആ 2-3 ദിവസത്തെയും നമ്മൾ നിസ്സാരമായി കാണണ്ട. അതാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമദാൻ. ഖബറാളികളോട് നിങ്ങൾ സ്വപ്നം കാണുക എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ ഖബറാളികൾ റമദാനിലെ ഒരു ദിവസം സ്വപ്നം കാണുമായിരുന്നു. ഖബറാളികളോട്, ഖബറിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ കിനാവ് കാണുക എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുക എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ റമദാനിലെ ഒരു ദിവസം പടച്ചവനെ നാട്ടിലേക്ക് തിരിച്ചുപോയിക്കൊണ്ട് ആ റമദാനെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, റമദാനിലെ ഒരു ദിവസം എനിക്ക് ജീവിച്ചിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഖബറാളികൾ ആഗ്രഹിക്കുമെന്ന് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. സഹോദരങ്ങളെ, അതാണ് റമദാൻ. റമദാനിലെ ഒരു ദിവസം പോലും നിസ്സാരമല്ലെന്നർത്ഥം. ഫിത്ർ സക്കാത്തിനെ പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി പറഞ്ഞു. അതുകൊണ്ട് ഇനിയും കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മുടെ റമദാനിലെ സുഹൃതങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകണമെങ്കിൽ നാം ഫിത്ർ സക്കാത്ത് കൂടി നിർവഹിച്ചേ പറ്റൂ. സഹോദരങ്ങളെ, ഓരോ വ്യക്തിയും നിർവഹിക്കണം. കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും നിർവഹിക്കണം. അത് നിർബന്ധമാണെന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ എന്ന ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. കുടുംബനാഥൻ മാത്രം കൊടുത്താൽ പോരാ, കുടുംബനാഥൻ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി കൊടുക്കണം എന്നുള്ളതാണ്. എല്ലാ അംഗങ്ങൾക്കും വേണ്ടി കൊടുക്കൽ നിർബന്ധമാണ്. മൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖബൂല. നമസ്കാരത്തിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് നിർവഹിച്ചാൽ അത് സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഫിത്ർ സക്കാത്താണ്. അത് ഫിത്ർ സക്കാത്തായിട്ട് തന്നെ പരിഗണിക്കും. ഇമാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ്, ഇമാം പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അത് കൊടുത്തു വീട്ടിയിരിക്കണം. അപ്പോഴേ അത് ഫിത്ർ സക്കാത്ത് ആവുകയുള്ളൂ. വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സ്വദഖത്തുൻ മിനസ് സ്വദഖാത്ത്. നമസ്കാരത്തിന് ശേഷം ഒരാൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഐച്ഛിക ദാനമായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഒരു ദാനധർമ്മം അത്രേ അതിനെ കണക്കുകൂട്ടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇമാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ ഫിത്ർ സക്കാത്ത് കൂടി, നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമുള്ള ഫിത്ർ സക്കാത്ത് കൂടി നാം നിർവഹിച്ചു കൊടുത്ത് വീട്ടി എന്നുറപ്പ് വരുത്തുവാൻ ഓരോരുത്തർക്കും സാധ്യമാവണം. അതുകൊണ്ടാണ് അത് ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോഴേ പടച്ചതമ്പുരാൻ ഈ റമദാനിൽ നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ സഹോദരങ്ങളെ, പെരുന്നാളാണ് വരാൻ പോകുന്നത്. ഈദുൽ ഫിത്റാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഈദുൽ ഫിത്റിന്റെ ആദാബുകൾ, അതിന്റെ സുന്നത്തുകളെല്ലാം കഴിവിന്റെ പരമാവധി പാലിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം വർഷത്തിൽ 2 തവണ മാത്രം വിശ്വാസികൾക്ക് ലഭിക്കുന്ന 2 ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹായും. അതുകൊണ്ട് ഈദുൽ ഫിത്റിന്റെ, വരാൻ പോകുന്ന ഈദുൽ ഫിത്റിന്റെ ആദാബുകൾ, അതിന്റെ സുനനുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഈദുൽ ഫിത്റിനെ വരവേൽക്കുക എന്നുള്ളതാണ്. നാഫിഅ റളിയല്ലാഹു അൻഹു പറയാണ്, യഗ്തസിലു യൗമൽ ഫിത്രി ഖബ്ല അൻ യഗ്ദുവ ഇലൽ മുസല്ലാ.
അബ്ദുല്ലാഹി ഇബ്നു ഉമർ നാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നാഫി റളിയല്ലാഹു അൻഹു പറയാണ് യഗ്തസിലു യൗമൽ ഫിത്ർ. അദ്ദേഹം ഈ ഈദുൽ ഫിത്റിന്റെ മുന്നോടിയായിട്ട് ആ ദിവസം കുളിക്കുമായിരുന്നു. ഖബല അയ്യഗ്ദുവ ഇലൽ മുസല്ല, നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ്. അതുകൊണ്ട് നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് നല്ലവണ്ണം കുളിച്ച് വൃത്തിയാവുക, കുളിക്കുക എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള സുന്നത്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിലേക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. അതിന് സാധ്യമാവുന്നില്ല എങ്കിൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക, അതും സുന്നത്താണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിൽ നിന്ന് ഒരു ജുബ്ബ എടുത്തുകൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇബ്തഈ ഹാദിഹി, പ്രവാചകരെ താങ്കൾ ഇത് സ്വീകരിച്ചാലും. ഒരു ജുബ്ബ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പണം കൊടുത്ത് വാങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് അത് കൊണ്ടുവരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ദൂതരോട് പറയാണ്, ഇബ്തഈ ഹാദിഹി, പ്രവാചകരെ നിങ്ങളിത് സ്വീകരിച്ചാലും തജമ്മൽ ബിഹാലിൽ ഈദി വൽ വുഫൂദ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് പെരുന്നാളിനും അതുപോലെ തന്നെ ദൗത്യ സംഘങ്ങൾ വരുമ്പോഴുമെല്ലാം നന്നായിട്ടൊന്ന് ശരീരമൊന്ന് ഭംഗി കൂട്ടാമല്ലോ. അതുകൊണ്ട് പ്രവാചകരെ ഈ ജുബ്ബ താങ്കൾ സ്വീകരിച്ചാലും എന്ന പുതിയ ഒരു ജുബ്ബ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജുമുഅ ദിനത്തിലും ഈദ് ദിനത്തിലും ധരിക്കാൻ പ്രത്യേകം വസ്ത്രമുണ്ടായിരുന്നുവെന്ന് ഇബ്നു ഹുസൈമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെരുന്നാളുകളിലും പുറത്തിറങ്ങുമ്പോ തന്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളത് ധരിക്കുമായിരുന്നു. അതുകൊണ്ട് പുതുവസ്ത്രങ്ങൾ വാങ്ങുക. ഇനി പുതുവസ്ത്രങ്ങൾ വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല ഭംഗിയും വൃത്തിയുമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അത് സുന്നത്താണ്, അത് പ്രവാചക ചര്യയാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ പെരുന്നാളിന്റെ ആദാബുകളിൽ പെട്ടതാണ്, പെരുന്നാളിന്റെ ചര്യകളിൽ സുന്നത്തുകളിൽ പെട്ടതാണ് സുഗന്ധം ഉപയോഗിക്കുക. പെരുന്നാളിന് വേണ്ടി പുറപ്പെടുമ്പോൾ, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അറിവുള്ളവരിൽ നിന്ന് കേട്ടു, ഞാൻ പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടു, എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്താക്കിയിരിക്കുന്നു എന്നുള്ളത്. പെരുന്നാൾ ദിനത്തിൽ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുന്നോടിയായിട്ട് നന്നായിട്ട് സുഗന്ധമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുറപ്പെടുക എന്നുള്ളതാണ്. അതും പെരുന്നാളിന്റെ ചര്യകളിൽപ്പെട്ടതാണ്, ആദാബുകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈദുൽ ഫിത്ർ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് എന്തെങ്കിലും കഴിക്കുക. ആ കഴിക്കുന്നത് ഒറ്റയിട്ട കാരക്കയാവുന്നത് നല്ലതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരക്കകൾ കഴിച്ചിരുന്നു. അതും ഒറ്റ കാരക്കകൾ, ഒറ്റയിട്ട കാരക്കകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ കൊണ്ടുള്ള കാരക്കകൾ. ഒറ്റ സംഖ്യകൾ കൊണ്ട് പറഞ്ഞാൽ ഒന്നുകിൽ 1 കാരക്ക, അതല്ലെങ്കിൽ 3 കാരക്ക, അതല്ലെങ്കിൽ 5 കാരക്ക, ഇങ്ങനെ ഒറ്റ സംഖ്യകൾ വരുന്ന രീതിയിൽ കാരക്കകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പെരുന്നാളിന് ഈദുൽ ഫിത്ർ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുന്നോടിയായി ഈ രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യത്അമ വലാ യത്അമു യൗമൽ അദ്ഹാ ഹത്താ യുസല്ലിയ. ഈദുൽ ഫിത്ർ ദിനത്തിൽ ഭക്ഷണം കഴിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുമായിരുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ടാണ്, ഈ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്ർ ദിനത്തിൽ നമസ്കാരത്തിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നത്. എന്നാൽ ഈദുൽ അദ്ഹാ ദിനത്തിൽ ഭക്ഷണം കഴിക്കാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നത്. ഈദുൽ അദ്ഹാ ദിനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ബലിയറുത്തതിന് ശേഷം ആ ബലിമാംസത്തിൽ നിന്നായിരുന്നു എന്നെല്ലാം നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഈദുൽ ഫിത്ർ ദിനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുക എന്നതാണ് പ്രവാചക ചര്യ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ 2 പെരുന്നാളുകളോടനുബന്ധിച്ചുകൊണ്ട് ധാരാളം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അങ്ങനെയാണല്ലോ പറയുന്നത്. അള്ളാഹു നിങ്ങൾക്ക് നേർവഴി കാണിച്ചതിന് വേണ്ടി,
നിങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തുവീൻ, തക്ബീർ ചൊല്ലുവീൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം തക്ബീർ ചൊല്ലാവുന്നതാണ് സഹോദരങ്ങളെ. ചെറിയ പെരുന്നാളിൽ ശവ്വാൽ മാസപ്പിറവിയോടുകൂടി തക്ബീർ ചൊല്ലി തുടങ്ങുക, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ അവസാനിപ്പിക്കുകയും ചെയ്യുക. പെരുന്നാൾ ദിവസം മാത്രം നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം കൂടി തക്ബീർ ചൊല്ലുന്നത് നല്ലതാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. സഹോദരങ്ങളെ, പുരുഷന്മാർ തങ്ങളുടെ ശബ്ദമുയർത്തിക്കൊണ്ട് മസ്ജിദുകളിലും അങ്ങാടികളിലും വീടുകളിലുമെല്ലാം തക്ബീറുകൾ നിർവഹിക്കാവുന്നതാണ്. എന്നാൽ സ്ത്രീകളാവട്ടെ അവരുടെ ശബ്ദം താഴ്ത്തിയാണ് തക്ബീറുകൾ ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സംഘമായിട്ട് പെരുന്നാൾ മൈതാനിയിലേക്ക് പുറപ്പെടുക എന്നുള്ളതും പുണ്യമാണ്. നാഫിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലി, ഹസൻ, ഹുസൈൻ, ഉസാമ റളിയല്ലാഹു അൻഹും മഹാന്മാരായ സ്വഹാബിമാരാണ്. ഈ സ്വഹാബിമാരുടെ കൂടെ ഉച്ചത്തിൽ തക്ബീറും തഹ്ലീലും മുഴക്കിക്കൊണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ സ്വഹാബിമാരുടെ കൂടെ ഉച്ചത്തിൽ തക്ബീറും തഹ്ലീലും മുഴക്കിക്കൊണ്ടായിരുന്നു. സംഘമായിട്ട് അവരുടെ കൂടെ ഒരുമിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു പെരുന്നാൾ ദിനത്തിലും നമസ്കാരത്തിന് പോകാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈദ് മൈതാനിയിലേക്ക് നേരത്തെ പോവുക എന്നുള്ളതാണ്. നേരത്തെ ഈദ് മൈതാനിയിൽ എത്തിപ്പെടുക എന്നുള്ളതുമാണ്. ഇമാം എത്തുന്നതിന്റെ മുമ്പ് ജനങ്ങൾ അവിടെ എത്താൻ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ എത്തുമ്പോൾ, ഈദ് മൈതാനിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുമ്പോൾ ജനങ്ങൾ അവിടെ സന്നിഹിതരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുമ്പ് അവർ അവിടെ എത്തിയിരുന്നുവെന്ന് വ്യക്തം. അതുകൊണ്ട് സുബഹ് നമസ്കാരത്തിന് ശേഷം ഒരാൾ നേരെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുന്നുവെങ്കിൽ അതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വഹാബത്തും താബിഈകളും ഫജ്ർ നമസ്കരിച്ചാൽ ഉടനെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നുവെന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, പെരുന്നാൾ നമസ്കാരത്തിന് ഒരു വഴിയിലൂടെ പോവുകയും വേറൊരു വഴിയിലൂടെ പുറത്തു പോവുകയും ചെയ്യുക എന്നുള്ളത്, പ്രവേശിക്കുന്നത് ഒരു വഴിയിലൂടെയും പുറത്തു പോകുന്നത് വേറൊരു വഴിയിലൂടെയും ആവുക എന്നുള്ളതും പ്രവാചക ചര്യയാണ്. ഈദ് മുസല്ലയിൽ അതിനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലാണ് പറഞ്ഞത്. ഇനി ജനങ്ങൾക്കോ അതല്ലെങ്കിൽ അങ്ങനെ പ്രവേശിക്കുകയും പുറത്തു കടക്കുകയും ചെയ്യുന്ന ആൾക്കോ അത് പ്രയാസം സൃഷ്ടിക്കുന്നു ഉണ്ടെങ്കിൽ അതിൽ കാർക്കശ്യം പുലർത്തേണ്ടതില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരവസരത്തിൽ പോയ വഴിയിലൂടെ തന്നെ മടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്ന് ബക്കർ ഇബ്നു മുബശ്ശിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. പക്ഷെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല എങ്കിൽ ഒരു വഴിയിലൂടെ പ്രവേശിച്ചുകൊണ്ട് വേറൊരു വഴിയിലൂടെ പുറത്തു പോവുക എന്നൊരു രീതി ഈദ് മുസല്ലയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും അവലംബിക്കുന്നത് പ്രവാചക ചര്യയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലേക്ക് വാഹനത്തിൽ പോകൽ അനുവദനീയമാണെങ്കിലും തക്ബീർ ചൊല്ലിക്കൊണ്ട് സംഘങ്ങളായി നടന്നു പോവുക എന്നതാണ് കൂടുതൽ ശ്രേഷ്ഠകരമായിട്ടുള്ളത്, കൂടുതൽ പുണ്യമായിട്ടുള്ളത്. വാഹനത്തിൽ പോവുക എന്നുള്ളതല്ല, സംഘങ്ങളായിട്ട് ഈദ്ഗാഹിലേക്ക് ഈദ് മുസല്ലയിലേക്ക് നടന്നു പോവുക എന്നുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മിനസ് സുന്നത്തി അൻ തഖ്റുജ ഇലൽ ഈദ് മാശിയാ, ഈദ് മുസല്ലയിലേക്ക് നടന്നു പോവുക എന്നത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. ഒരാൾക്ക് മുസല്ല വളരെ ദൂരത്താണ്, ഈദ്ഗാഹ് വളരെ ദൂരെയാണുള്ളതെങ്കിൽ നടന്നു തന്നെ പോകണം എന്നില്ല. അയാൾക്ക് വാഹനത്തിലും പോകാവുന്നതാണ്. എന്നാലും കൂടുതൽ അഫ്ളലായിട്ടുള്ള, കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് സംഘങ്ങളായി മക്കളുടെയും കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും എല്ലാം കൂടെ, അയൽക്കാർ കൂടെയുണ്ടെങ്കിൽ അവരുടെയും കൂടെ സംഘങ്ങളായി കൊണ്ട് നടന്നുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോവുക എന്നുള്ളതാണ് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഈദ് മുസല്ലയിൽ വെച്ച് പെരുന്നാൾ നമസ്കരിക്കുമ്പോ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ സുന്നത്ത് നമസ്കരിക്കേണ്ടതില്ല. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൈതാനിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ, മുസല്ലയിൽ വെച്ചാണ് പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നതെങ്കിൽ തഹിയ്യത്തുൽ മസ്ജിദ് നിർവഹിക്കാവുന്നതാണ്. പക്ഷേ മുസല്ലയിൽ വെച്ചാണ് നിർവഹിക്കുന്നതെങ്കിൽ ആ ഈദ് നമസ്കാരത്തിന്റെ മുന്നോടിയായോ അതിന്റെ ശേഷമോ സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതാണ് പ്രവാചകന്റെ ശൈലി എന്ന് പറയുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഈദിൻ ഫസല്ലാ റകഅതൈനി വലം യുസല്ലി ഖബ്ലു വലാ ബഅദു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിനത്തിൽ പുറപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് ഈദ് നമസ്കാരം നിർവഹിച്ചു.
നിർവഹിച്ചു. ആ ഈദ് നമസ്കാരത്തിന്റെ മുന്നോടിയായിട്ടോ അതിന്റെ ശേഷമായിട്ടോ സുന്നത്ത് നമസ്കാരമൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല. അതിന്റെ മുമ്പോ ശേഷമോ ഈദ് മൈതാനിയിൽ ഈദ്ഗാഹിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ സുന്നത്ത് നിർവഹിക്കേണ്ടതില്ല. സുന്നത്ത് നമസ്കാരം മുമ്പോ ശേഷമോ ഇല്ല എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ ഈദ് മുസല്ലയിൽ അഥവാ ഈദ്ഗാഹിൽ വെച്ച് തന്നെ നിർവഹിക്കുക എന്നതും പ്രബലമായ സുന്നത്താണ്. അബൂ സഈദ് അൽ ഖുദരി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്, ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്രി വൽ അദ്ഹാ ഇലൽ മുസല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്റിനും ഈദുൽ അദ്ഹയ്ക്കും മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു. പ്രത്യേകം സജ്ജമാക്കിയ മൈതാനിയിലേക്ക്, നമസ്കാര സ്ഥലത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ദിനത്തിൽ പുറപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. മസ്ജിദിലായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. അല്ലാമ ഇബ്നുൽ ഹാജ് അൽ മാലിക്കി റഹിമഹുല്ലാഹ് പറയാണ്, രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ മുസല്ലയിൽ വെച്ചാവുക എന്നതാണ് പ്രവാചക ചര്യ. ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ലിഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദൽ ഹറാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഈ മസ്ജിദുൻ നബവിയിൽ ഒരു നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് മറ്റു മസ്ജിദുകളിൽ 1000 നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്, പുണ്യമുള്ളതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതോടൊപ്പം അതിശ്രേഷ്ഠമായ പുണ്യം മസ്ജിദുൻ നബവിക്ക്, ആ മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കുന്നതിന് ഉള്ളതോടൊപ്പം ഖറജൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ലാ വതറക. ഈദ് നമസ്കാരം നിർവഹിക്കുന്ന കാര്യത്തിൽ മസ്ജിദുൻ നബവിയെ പ്രവാചകൻ തെരഞ്ഞെടുത്തില്ല. മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കാതെ പ്രവാചകൻ പുറത്തേക്ക് പുറപ്പെട്ടു, മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ്. 1000 മടങ്ങ് മഹത്വം മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്നതിനുണ്ട് എന്ന് പ്രവാചകൻ ഒരു വശത്ത് പറഞ്ഞപ്പോഴും ആ മസ്ജിദുൻ നബവിയിൽ പോലും ഈദ് നമസ്കാരം നിർവഹിക്കാതെ പ്രത്യേക മുസല്ലയിലേക്ക് പ്രവാചകൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ പ്രതിഫലമാണ് പ്രത്യേക മുസല്ലയിൽ ഈദ്ഗാഹിൽ വെച്ച് ഈദ് നമസ്കാരം നിർവഹിക്കുന്നതിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ന് ഇബ്നുൽ ഹാജ് അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, മസ്ജിദിൽ ഒരുപാട് അന്ധരായ ആളുകൾ, അതുപോലെ സ്ത്രീകൾ, വൃദ്ധരായ ആളുകളൊക്കെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, നമുക്ക് തൽക്കാലം മസ്ജിദിൽ വെച്ച് അങ്ങ് നിസ്കരിച്ചുകൂടെ ഈദ് നമസ്കാരം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രവാചകന്റെ ചര്യ അത് മുസല്ലയിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേക മുസല്ലയിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ് മുൻഗാമികളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നവരുടെയും ചര്യ. അതുകൊണ്ട് അവരുടെ ചര്യ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈദ്ഗാഹിൽ വെച്ച്, ഈദ് മുസല്ലയിൽ വെച്ച് പ്രത്യേകം നമസ്കാരം നിർവഹിക്കുക, അതല്ലെങ്കിൽ ഈദ് നമസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്നത് പ്രവാചക ചര്യയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. കുറെ കാലം നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇഹ്യാ ഉസ്സുന്നത്തിന്റെ പ്രവാചക ചര്യയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മളിങ്ങനെ ക്രമാനുഗതമായി പല പ്രദേശങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നതാണ് ഈദ്ഗാഹ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈദ്ഗാഹിൽ നമ്മൾ പങ്കാളികളാവണമെന്ന് മാത്രമല്ല, ഈദ്ഗാഹിലേക്ക് ആളുകളെ ക്ഷണിക്കണം. സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും യുവതികളെയും എല്ലാവരെയും, മുതിർന്നവരെയും വൃദ്ധരെയും മാതാപിതാക്കളെയും എല്ലാ പ്രായത്തിൽപ്പെട്ടവരും എല്ലാ ലിംഗത്തിൽപ്പെട്ടവരുമായ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം? ഈദ്ഗാഹിലേക്ക് ക്ഷണിക്കണം എന്നുള്ളതാണ്. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയാൻ, ഉമിർനാ അൻ നഖ്റുജ ഫനുഖ്രിജൽ ഹുയ്യള വൽ അവാതിഖ്. ഉമിർനാ അൻ നഖ്റുജ, ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ ഞങ്ങളോട് കൽപ്പിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈദ്ഗാഹിലേക്ക് നിങ്ങൾ പുറപ്പെടണേ എന്ന് സ്ത്രീകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയാൻ. ഫനുഖ്രിജൽ ഹുയ്യള, ആർദ്രവകാരികളായ സ്ത്രീകളെ പോലും നിങ്ങൾ കൊണ്ടുവരണേ എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. വൽ അവാതിക, യുവതികളെയും കൊണ്ടുവരണേ, ആർദ്രവകാരികളെയും യുവതികളെയും, വദവാത്തിൽ ഖുദൂർ, അന്തഃപുരങ്ങളിൽ വസിക്കുന്ന സ്ത്രീകളെയും നിങ്ങൾ കൊണ്ടുവരണേ.
ആളുകളിലേക്കൊന്നും ഇറങ്ങാതെ അന്തഃപുരങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെയും യുവതികളെയും അതുപോലെ ആർത്തവമുള്ള സ്ത്രീകളെ പോലും നിങ്ങൾ ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് പറഞ്ഞു ഫഅമ്മൽ ഹുയ്യലു ഫയഷ്ഹദന ജമാഅത്തൽ മുസ്ലിമീന വദഅവതഹും. ആർത്തവമുള്ള സ്ത്രീകൾ മുസ്ലിങ്ങളുടെ സമ്മേളനത്തിലും അവരുടെ പ്രാർത്ഥനയിലും സംഗമിക്കണം. വയഅ്തസിൽന മുസല്ലാഹുന്ന. നിസ്കരിക്കാൻ വേണ്ടി അവർ നിൽക്കേണ്ടതില്ല, അവർ നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതേസമയം അവർ വിശ്വാസികളുടെ സമ്മേളനത്തിലും പ്രാർത്ഥനയിലും സംഗമിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹയോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അവർ പറയാൻ. അതുപോലെ സഹോദരങ്ങളെ, കുട്ടികളെയും കൊണ്ടുവരണം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ തരത്തിൽപ്പെട്ട ആളുകളെയും കൊണ്ടുവരണം. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലിഅന്ന മശ്റൂഇയ്യത ഇഖ്റാജ് അസ്ബിയാനി ഇലൽ മുസല്ല ഇന്നമാ ഹുവ ലിത്തബറുകി. കുട്ടികൾ കൂടി പുറപ്പെടണം എന്ന് പറയാൻ കാരണം ആ കുട്ടികൾക്ക് ഈദ്ഗാഹിന്റെ ആത്മീയമായ നന്മ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഈദ്ഗാഹിന്റെ ആത്മീയമായ നന്മ കൊച്ചു കുട്ടികൾക്ക് പോലും ലഭിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് അവരെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, അലാ ഇഹ്ദാനാ ബഅസുൻ ഇദാ ലം യകുൽ ലകാ ജിൽബാബുൻ അല്ലാ തഖ്റുജ്. ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ ഞങ്ങളിൽ ഒരു സ്ത്രീക്ക് ജിൽബാബില്ല, വസ്ത്രമില്ല, പർദ്ദയില്ല. അങ്ങനെ ഇരിക്കെ അവർ ഈദ്ഗാഹിലേക്ക് പുറപ്പെടേണ്ടതുണ്ടോ? ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ ആവശ്യമായ വസ്ത്രം ഞങ്ങളിൽ ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീക്കില്ല എങ്കിൽ അവർ ഈദ്ഗാഹിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടേണ്ടതുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിതൽബസ്ഹാ സ്വാഹിബതുഹാ മിൻ ജിൽബാബിഹാ ഫൽയഷ്ഹദിനൽ ഖൈറ വദഅവത്തൽ മുസ്ലിമീൻ. അവരവരുടെ കൂട്ടുകാരിയുടെ ജിൽബാബ് കടം വാങ്ങട്ടെ. അവരവരുടെ കൂട്ടുകാരിയുടെ വസ്ത്രം കടം വാങ്ങിയിട്ടാണെങ്കിലും ഈ നന്മയിൽ അവരെ പങ്കാളിത്തം വഹിക്കട്ടെ. വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനയിലും സമ്മേളനത്തിലും അവരെ പങ്കാളിത്തം വഹിക്കട്ടെ. അവരുടെ കൂട്ടുകാരിയുടെ ജിൽബാബ് കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും. സഹോദരങ്ങളെ, അത്രമാത്രം പ്രാധാന്യമുള്ള ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിന്റെ ഐക്യവും ഈ ഉമ്മത്തിന്റെ ആധിക്യവും ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പും അറിയിക്കുന്ന വലിയൊരു സംഗമമായിട്ട് ഈദ് മുസല്ല മാറണം എന്ന വലിയൊരാശയമാണ് ഈദ് മുസല്ല എന്ന് പറയുന്ന ആ മഹത്തായ ഐഡിയയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈദ്ഗാഹിനെ കാണുവാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഈദ്ഗാഹിന് പ്രചാരം കൊടുക്കുവാനും വിശ്വാസികളെ അങ്ങോട്ട് എത്തിക്കുവാനും എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകളെയും അങ്ങോട്ട് എത്തിക്കുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. എന്നാൽ പോലും ഈദ്ഗാഹ് വലിയ ഒരു ത്യാഗത്തോട് കൂടി തന്നെ ആ മഹത്തായ പ്രവാചകന്റെ ഇഹ്യാ ഉസ്സുന്ന, പ്രവാചകന്റെ ചര്യയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ ശഹ്റുൻ മുബാറകുൻ ശഹ്റുൻ അളീം ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഒന്ന് നമ്മുടെ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സാധാരണ എല്ലാ വർഷവും നടക്കുന്നത് പോലെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലായിരിക്കും നമ്മുടെ ഈദ്ഗാഹ് ഉണ്ടാവുക. കൃത്യം 7:30 തന്നെ, രാവിലെ 7:30 തന്നെ ആരംഭിക്കുന്നതാണ്. കൃത്യസമയം തന്നെ എല്ലാവരും പാലിക്കണം. ആ സമയത്ത് തന്നെ നമസ്കാരം ആരംഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം വൈകിക്കഴിഞ്ഞാൽ നമസ്കാരം പൂർണ്ണമായും ലഭിക്കുന്ന അവസ്ഥയുണ്ടാവില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എത്തിപ്പെടാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഈദ്ഗാഹിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ പറഞ്ഞു, ഈദ്ഗാഹിൽ പോയിട്ട് നമസ്കരിക്കുക, ഈദ് മുസല്ലയിൽ പോയി നമസ്കരിക്കുക എന്നത് മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ആളുകളെ അങ്ങോട്ട് ക്ഷണിക്കുക, അങ്ങോട്ട് ആളുകളെ എത്തിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സംഘങ്ങളായിട്ട് നടന്നു വരാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി സാധിക്കില്ലെങ്കിൽ വളരെ ദൂരമൊക്കെയാണെങ്കിൽ വാഹനത്തിലും വരാകുന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ സാമ്പത്തികമായിട്ട് അതിനെ സഹായിക്കുക എന്നുള്ളത്. പ്രവാചകന്റെ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിശ്രമം എന്ന നിലയ്ക്ക് ഒരു സാമ്പത്തികമായ ധർമ്മസമരമായിട്ട് തന്നെ ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. വലിയ സാമ്പത്തിക ചെലവ് ഓരോ വർഷവും മുന്നോട്ട് പോകുമ്പോൾ, നമുക്ക് ഈദ്ഗാഹിന് വേണ്ടി നമ്മുടെ ജീവിത ചെലവുകൾ തന്നെ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അത് ഈദ്ഗാഹിനും ബാധകമാണ് സഹോദരങ്ങളെ. വലിയ ചെലവ് നമുക്കത് സജ്ജീകരിക്കാൻ ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ കളക്ഷൻ എന്നതുപോലെ ഈ ആഴ്ചത്തെ നമ്മുടെ ബക്കറ്റ് കളക്ഷനും അത് ഈദ്ഗാഹിന് വേണ്ടിയുള്ളതായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെല്ലാവരും ഉദാരമായിട്ട് തന്നെ നമ്മുടെ ഈദ്ഗാഹ് കളക്ഷനുമായിട്ട് പ്രത്യേകം സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. അതാണ് പറയാനുള്ള, ഗൗരവത്തിൽ പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, നാളെ ഉച്ചയ്ക്ക് 1:30 മണിക്ക്, നാളെ ഉച്ചയ്ക്ക് ളുഹർ നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഈ മസ്ജിദിൽ ഒരു നേത്ര പരിശോധന ക്യാമ്പ് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നേത്രരോഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണവും ഒരു പരിശോധനാ ക്യാമ്പുമൊക്കെ നമ്മുടെ ഈ മസ്ജിദിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നേത്ര പരിശോധന ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം തന്നെ നാളെ ഉച്ചയ്ക്ക് ളുഹർ നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഈ മസ്ജിദിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും സഹായിക്കുമാറാവട്ടെ. കൃത്യം 7:30 മണിക്ക് തന്നെ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, 7:30 മണിക്ക് തന്നെ നമ്മുടെ ഈദ് നമസ്കാരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നതാണ്. സഹോദരങ്ങളെ, എല്ലാവരും സജീവമായിട്ട് പങ്കാളിത്തം വഹിക്കുക. അള്ളാഹു നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാ സന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങൾ അള്ളാഹു തആല സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് തഖ്വയും ഈമാനും അവർക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന തൊഴിലുമെല്ലാം നൽകി അള്ളാഹു തആല ഭൗതികമായും ആത്മീയമായും അവരെയും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, റമളാനിലെ ഓരോ രാവുകളിലും ഓരോരുത്തർക്കായിട്ട് നീ പാപം
പാപമോചനം നൽകുകയാണ്. അല്ലാഹുവേ നീ നരകമോചനം നൽകുകയാണ്. പടച്ചവനെ റമളാനിലൂടെ പാപമോചനവും നരകമോചനവും നേടിയെടുക്കുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഏറ്റവും കൂടുതലായി ആത്മീയമായി സജീവമായവരിൽ, അല്ലാഹുവേ സജീവമാവുന്നവരിൽ പടച്ചതമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ലൈലത്തുൽ ഖദർ പാഴാക്കിയവരിൽ, റമളാനിൽ അവസാനത്തെ 10 റമളാനും പാഴാക്കിയവരിൽ പടച്ചതമ്പുരാനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല റബ്ബേ. പടച്ചവനെ നാളെ നിന്റെ അടുക്കൽ റമളാനും ഖുർആനും അതുപോലെ നോമ്പുമെല്ലാം പ്രതികൂലമായിട്ട് ചില ആളുകൾക്ക് സാക്ഷി പറയുമ്പോൾ, അല്ലാഹുവേ ആർക്കൊക്കെ പ്രതികൂലമായി സാക്ഷി പറയുന്നുവോ അല്ലാഹുവേ അങ്ങനെ സാക്ഷി പറയപ്പെടുന്നവരിൽ പടച്ചതമ്പുരാനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല റബ്ബേ. റമളാനും ഖുർആനും നോമ്പുമെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സാഹചര്യം ഉണ്ടാക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫ അൽ അലീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. പടച്ചതമ്പുരാനെ ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഗസയിലെയും റഫയിലെയും ഞങ്ങളുടെ സഹോദരങ്ങൾ അപ്പമില്ലാതെ അന്നമില്ലാതെ അഭയമില്ലാതെ കഷ്ടപ്പെടുകയാണ് പടച്ചതമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് വെളിച്ചം നൽകി, അവർക്ക് വൈദ്യുതി നൽകി, അല്ലാഹുവേ അവർക്ക് അപ്പം നൽകി, അവർക്ക് അന്നം നൽകി, അവർക്ക് അഭയം നൽകി. പടച്ചവനെ അവരെ സഹായിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാഹുവേ ബൈത്തുൽ മഖ്ദിസിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ സിയോണിസത്തെ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ സകല മർദ്ദകരെയും പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ സകല മർദ്ദിത സമൂഹങ്ങളെയും പടച്ചവനെ നിന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഫിർദൗസ് ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹുവേ വിവിധങ്ങളായ രോഗങ്ങൾ അഭിമുഖീകരിക്കുന്നവർ, ചെറുതും വലുതുമായ ഒട്ടേറെ രോഗങ്ങൾ അഭിമുഖീകരിക്കുന്നവർ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ അർബുദ ബാധിതരായ ആളുകൾ കുടുംബങ്ങളിലുണ്ട്, വീടുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്. അല്ലാഹുവേ അവരുടെ അർബുദം നീ ശഫിയാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ ചെറിയ രോഗങ്ങൾ, ജീവിതശൈലി സംബന്ധമായ രോഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ ആ രോഗവും നീ സമ്പൂർണ്ണമായും ശഫിയാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ ശഫിയാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ റമളാന്റെ ചൈതന്യത്തിലായി അല്ലാഹുവേ ശിഷ്ടകാലം ജീവിക്കുവാൻ നാഥാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഖുർആനുമായി ഞങ്ങൾ ശക്തിപ്പെടുത്തിയ ഈ ബന്ധം അല്ലാഹുവേ സർവോപരി ഇനിയും ശക്തിപ്പെടുത്തുവാൻ, അല്ലാഹുവേ ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യുവാനും ഖുർആൻ നെഞ്ചിനോട് ചേർത്ത് വെക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീക്കണമേ റബ്ബേ. അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീക്കണമേ റബ്ബേ. അല്ലാഹുവേ എല്ലാവരുടെ കുടുംബങ്ങളിലും സന്തോഷം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ എല്ലാവർക്കും രോഗമുക്തി പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കിടയിലും ഐക്യവും പരസ്പര സ്നേഹവും ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ വർഗീയതയിൽ നിന്നും, കലാപങ്ങളിൽ നിന്നും, രക്തച്ചൊരിച്ചിലുകളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ പ്രദേശങ്ങളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാ പടച്ചവനെ ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. അല്ലാ എന്ന് നിന്നെ വിളിക്കാൻ നിനക്ക് കോടാനകോടി ദാസന്മാർ, അടിമകളുണ്ട്. പടച്ചവനെ ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, നാഥനായി, റബ്ബായി നീ മാത്രമേ ഉള്ളൂ. പടച്ചവനെ അല്ലാ എന്തൊക്കെ സതുദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഉദ്ദേശങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾ പുറത്ത് പറഞ്ഞതാണെങ്കിലും പറയാത്തതാണെങ്കിലും, ഞങ്ങൾ പങ്കുവെച്ചതാണെങ്കിലും പങ്കുവെക്കാത്തതാണെങ്കിലും അല്ലാഹുവേ ആ സതുദ്ദേശങ്ങളെല്ലാം നീ സഫലീകരിച്ച് തരയണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലുള്ള സകല ആഗ്രഹങ്ങളെയും പടച്ചവനെ നീ സഫലീകരിച്ച് തരയണമേ റബ്ബേ. അല്ലാഹുവേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ അയൽക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഇടയിൽ ഇണക്കം നീ ശക്തിപ്പെടുത്തണമേ റബ്ബേ. പിണക്കമില്ലാതെ ഇണക്കത്തോടുകൂടി റമളാനിൽ നിന്ന് മുക്തിയാവാൻ അല്ലാഹുവേ പടച്ചവനെ ശവ്വാലിൽ പ്രവേശിക്കാൻ നാഥാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ
اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم اللهم انصر المسلمين المجاهدين في فلسطين اللهم انصرهم في غزة اللهم انصرهم في كل مكان ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.